ഹലോ ഗൈസ്, SLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടാണ് നമ്മൾ വന്നുള്ളത്. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു സെഷനാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് സെഷനിലോട്ട് കിടക്കാം. റെഡി അല്ലേ? നോക്കിയടാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദ റിലേഷൻ ഇൻ ദി ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് ഫിൽ ദ സെക്കൻഡ് പെയർ സ്യൂട്ടബിൾ. അല്ലേ? ഒന്നാം പദജോടിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാം പദജോടി എന്ത് ചെയ്യുക, പൂരിപ്പിക്കാനാണ് ചോദ്യം. നോക്കിയേ, ഒന്നാമത്തെ എന്താ? ഇലക്ട്രിക് ബൾബ് ലൈറ്റിംഗ് ഇഫക്റ്റ്. അല്ലേ? അതായത് ഇലക്ട്രിക് ബൾബ് ഏത് എന്ന്, അതായത് വൈദ്യുതിയുടെ പ്രകാശഫലാണ് തന്നുള്ളത്. റെഡി. ഇനി സേഫ്റ്റി ഫ്യൂസ് ഏതാണ്? സേഫ്റ്റി ഫ്യൂസ് അതായത് സുരക്ഷാ ഫ്യൂസ് ഏതാണ്? ഏത് ഇഫക്റ്റ് വർക്ക് ചെയ്യുന്നതാണ് ചോദ്യം. അല്ലെ? ഏതാണ്? താപഫലം. അല്ലെ? താപഫലം എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഇഫക്റ്റ്. റെഡി അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക് ബൾബും സേഫ്റ്റി ഫ്യൂസും അതിന്റെ വർക്കിങ്ങും പ്രോപ്പർട്ടീസും ഒക്കെ എന്ത് ചെയ്താണ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാണ്. റെഡി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയിട്ട് എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓഫ് 2 കുളും between 2 points x and y in a conductor is 2 joule. അപ്പൊ നമ്മൾ അവർക്ക് തന്നിട്ടില്ല, അവർ തന്നുള്ള എന്താ, അതായത് വർക്കിന്റെ വാല്യൂ തന്നിട്ട് എത്രയാണ്? 2 joule ആണ്. റെഡി. അപ്പൊ നമ്മളോട് ചോദിച്ചുള്ള എന്താ? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ തന്ന വാല്യൂ ആദ്യം എഴുതിയെടുക്കണം. റെഡി അല്ലേ? അതായത് ഒരു ചാലകത്തിന്റെ എക്സ് എന്ന ബിന്ദുവിൽ നിന്നും 2 കുളും ചാർജിനെ വൈ എന്ന ബിന്ദുവിലേക്ക് എത്തിക്കുവാൻ 2 ജൂൾ എന്ത് ചെയ്യണം? അതായത് 2 ജൂൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ എക്സിനും വൈക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റെഡി. നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, അവർ പറഞ്ഞ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം എഴുതിയെടുക്കണം. അതായത് പ്രവൃത്തി, ജോലി അല്ലെങ്കിൽ വർക്ക് ഡൺ തന്നിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എത്രയാടാ? 2 ജൂള്. റെഡി. എത്രയാണ്? വർക്ക് ഡൺ 2 ജൂൾ. ഇനി നമുക്ക് തന്നാൽ എന്താ? ചാർജിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് ചാർജിന്റെ വാല്യൂ? Q is equal to 2 coulombs. എത്രയാണ്? Q is equal to എത്രയാണ്? 2 coulombs. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? ദാറ്റ് ഈസ് V പൊട്ടൻഷ്യൽ is equal to W by Q. അല്ലെ? എന്താണ്? V പൊട്ടൻഷ്യൽ is equal to, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് is equal to എന്താടാ? W by Q. W അറിയാലോ, വർക്ക് പ്രവൃത്തി അറിയാലോ, എത്രയാണ്? 2 ആണ്. ഇനി ചാർജ് എത്രയാണ്? അതും 2 ആണ്. ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 1 വരും. അല്ലെ? അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വരും? 1 വോൾട്ട് എന്ന് വരും. സിമ്പിൾ അല്ലടാ? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയടാ, എന്താ ക്വസ്റ്റ്യൻ? വിച്ച് among the following is the energy transformation taking place when a storage battery is being charged? അല്ലെ? നമ്മൾ വ്യത്യസ്തങ്ങളായ എനർജി ട്രാൻസ്ഫോർമേഷൻസ് പഠിച്ചിട്ടുണ്ട്. അല്ലെ? ഒരു ഊർജ്ജം മറ്റൊരു ഊർജ്ജമായി മാറുന്നതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റെഡി. നമ്മളോട് ഇവിടെ ചോദിച്ചുള്ളത് ഒരു ബാറ്ററി ചാർജ് ചെയ്യും. അല്ലെ? ഒരു ബാറ്ററിയുടെ പ്രത്യേകത എന്താ? ഇത് ചാർജ് ചെയ്യുമ്പോൾ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ, അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താ, അത് വേറെ എനർജി ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ? ചാർജ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെ? അതായത് സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്ന് നമ്മൾ കണ്ടെത്താനാ ചോദ്യം. റെഡി അല്ലേ? അതായത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. അല്ലെ? എന്താണ്? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. അതായത് വൈദ്യുതോർജ്ജം എന്ത് ഊർജ്ജമായി കൺവേർട്ടഡ് ആവുന്നതാ? എന്ത് ഊർജ്ജമായി മാറുന്നു? രാസ മാറുന്നു. റെഡി അല്ലേ? സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ അല്ലെ? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൂന്നാമത്തെ ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കല്ലേ? റെഡി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടില്ലേ? എത്രയാന്നുള്ളത്? റെസിസ്റ്റൻസ്, പ്രതിരോധം തന്നിട്ടുണ്ട്. അല്ലെ? എത്രയാ? 230 വോൾട്ട്. അല്ലെ? റെസിസ്റ്റൻസ് ഓഫ് എ 230 വോൾട്ട് ഹീറ്റിംഗ് ഡിവൈസ് ഈസ്, റെസിസ്റ്റൻസ് എത്രയാ? ദാറ്റ് ഈസ് 460 ഓം. എത്രയുടെ റെസിസ്റ്റൻസ്? 460 ഓം. കാൽക്കുലേറ്റ് ദി ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻ ഇറ്റ്. എത്ര മിനിറ്റില്ല? 10 മിനിറ്റ്സ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ. എന്താ കാരണം? നമുക്കറിയാലോ, നമ്മളോട് ചോദിച്ചത് എന്താ? ഹീറ്റ് ആണ്. അല്ലെ? നമ്മളോട് ചോദിച്ചത് ഹീറ്റ് ആണ്. 230 പ്രവർത്തിക്കുന്ന, 230 എന്താ? വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുതി ഉപകരണത്തിന്റെ പ്രതിരോധം എത്ര തന്നുള്ളത്? 460 ഓം ആണെങ്കിൽ എത്രയാണ്? 10 മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം കണക്കാക്കാനാണ്. നമുക്കറിയാലോ, താപം കണക്കാക്കുന്നതിന് 3 ഇക്വേഷൻ ഉണ്ടല്ലോ. ഏതൊക്കെ 3 ഇക്വേഷൻ? ഒന്നാണ് H is equal to എന്താ? I square RT. അല്ലെ? എന്താടാ? H is equal to I square RT. അല്ലെ? ജൂൾസ് നിയമം നമ്മൾ പഠിച്ചാണല്ലോ. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എന്താ? H is equal to വിറ്റ്. അല്ലെ? എന്താ വിറ്റ് എന്ന് പറഞ്ഞാല്? പൊട്ടൻഷ്യൽ ഇൻറ്റു കറന്റ് ഇൻറ്റു ടൈം. ഇനി അടുത്ത ഇക്വേഷൻ പറഞ്ഞാ എന്താ? H is equal to V square by R into T. എന്താണ്? V square by R into T. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാ? നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നുള്ളത് നമ്മൾ ആദ്യം എടുത്ത് എഴുതും. പറഞ്ഞോ, വോൾട്ടേജ് എത്രയാന്നുള്ളത്? അത് 230 വോൾട്ട് ആണ്. അല്ലെ? എത്രയാണ്? 230 വോൾട്ട്. പിന്നെ തന്ന സംഭവം എന്താ? ഒന്ന് റെസിസ്റ്റൻസ്, പ്രതിരോധം തന്നിട്ടുണ്ട്. അത് എത്രയാ? 460 ഓം. റെഡി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് സമയം. സമയം തന്നപ്പോ ഇവിടെ എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഒരു ഭാഗം. സമയം 10 മിനിറ്റിലാ തന്നുള്ളത്. നമുക്കറിയാലോ, SI യൂണിറ്റ് ഓഫ് ടൈം എന്താ?
അത് സെക്കൻഡ് ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സമയത്തിനെ എന്തിലോട്ട്, അതായത് മിനിറ്റിലുള്ള സമയത്തെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണോടാ? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് 10 ഇൻറ്റു 60 അല്ലെ. എന്തുകൊണ്ടാ 60? ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാൻ എന്താ? 600 സെക്കൻഡ് അല്ലെ. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രടാ? 600 സെക്കൻഡ് ആണ്. റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതി എന്താ? 10 ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 600 അല്ലെ. എന്താണ്? 600 സെക്കൻഡ് ആണ് കിട്ടി. അപ്പൊ നമ്മൾ ഡയറക്റ്റ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഹീറ്റ് കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? അതായത് ഹീറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ എത്രയാടാ? 230 സ്ക്വയർ എത്രടാ? 230 സ്ക്വയർ ബൈ 6 എത്രയാ? 460 ഇൻറ്റു പറഞ്ഞോ? ഇൻറ്റു 600. റെഡി അല്ലേ? ഇത് ചെയ്താൽ വാല്യൂ എത്ര കിട്ടൂടാ? ഇത് വാല്യൂ ചെയ്താൽ 69000, അതായത് 69,000 ജൂൾ ആണ് എന്ത് ചെയ്യുക? നമുക്ക് ഹീറ്റ് കിട്ടുക അല്ലെ. നമുക്കറിയാം ഹീറ്റിനും വർക്കിനും എനർജിക്കും ഒക്കെ ഏതാ യൂണിറ്റ്? ജൂളാണ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യരുതടാ? ജൂള്, അതായത് അതിന്റെ യൂണിറ്റ് എഴുതാതെ പോയാൽ നമുക്ക് എന്ത് ചെയ്യും? ആ മാർക്ക് നഷ്ടപ്പെടും. അപ്പൊ സിമ്പിൾ അല്ലടാ. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റെഡി? സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിടാം. എന്താ? സേഫ്റ്റി ഫ്യൂസ് ഈസ് ദ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് അറ്റ് അവർ ഹോം. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു കഥ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റെഡി? ഇനി നമ്മളോട് ചോദിക്കുന്നത് ഹൗ ഡസ് ദ സേഫ്റ്റി ഫ്യൂസ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ദി ഇലക്ട്രിക്കൽ ഡിവൈസ് എക്സ്പ്ലെയിൻ. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പബ്ലിക് എക്സാമിന് പഠിക്കേണ്ട ഒരു സാധനമാണ് അല്ലെ. എന്ത്? ഇലക്ട്രിക് സേഫ്റ്റി ഫ്യൂസ് വയറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. റെഡി? നമ്മളെ വീട്ടിലെ ഇലക്ട്രിക് സർക്യൂട്ടിനെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്ന സംവിധാനമാണ് എന്ത്? സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. റെഡി? ഇനി അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ മെക്കാനിസം അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് വിശദമാക്കാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ ചെയ്തിട്ടില്ലേ? എന്താ? ഫ്യൂസ് വയർ ഈസ് എ കണ്ടക്ടിങ് വയർ ഓഫ് ലോ മെൽറ്റിംഗ് പോയിന്റ് അല്ലെ. ഫ്യൂസ് വയർ എന്താ ചെയ്യുക? അതായത് ഒരു അൺഎക്സ്പെക്ടഡ്ലി ഹൈ വാല്യൂ ഓഫ് കറണ്ട് വന്നാൽ എന്ത് ചെയ്യും? അത് ഇറ്റ്സെൽഫ് മെൽറ്റിംഗ്, അതായത് ഹീറ്റിംഗ് എഫക്റ്റിൽ അത് വർക്ക് ചെയ്യല്ലേ. മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ സേഫ്റ്റി അപ്ലയൻസസ്, അതെന്താ? ഒരു സേഫ്റ്റി ഫ്യൂസ് ആയിട്ട് വർക്ക് ചെയ്യില്ല. നമ്മളെ ഇലക്ട്രിക്കൽ അപ്ലയൻസിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. റെഡി? അതായത് നോക്കിയേ, ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർലോഡിംഗ് ഓർ എനി അതർ റീസൺ ഇഫ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് എക്സീഡ്സ് ദ പെർമിസിബിൾ ലിമിറ്റ് അല്ലെ. അതിനെ അനുവദിച്ച ലിമിറ്റിനേക്കാൾ കൂടുതൽ കറണ്ട് വന്നാൽ എന്ത് ചെയ്യണം? അതിനെ തടയണം. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആര്? ഇലക്ട്രിക് ഫ്യൂസ് വയർ. ഈ ഫ്യൂസ് വയർ എന്താവുക? ഇറ്റ് വിൽ ഗെറ്റ് ഹീറ്റഡ് വിഗറസ്ലി ആൻഡ് മെൽറ്റ് ദെൻ ദ സർക്യൂട്ട് വിൽ ബി ബ്രോക്കൺ ഓട്ടോമാറ്റിക്കലി. ഇപ്പൊ സർക്യൂട്ട് ഓപ്പൺ ആയാൽ കറണ്ട് പോയില്ലല്ലോ. അപ്പൊ എന്താ? നമ്മുടെ ഇലക്ട്രിക്കൽ ഡിവൈസസ് ഒക്കെ എന്താണ്? പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കും. റെഡി അല്ലേ? അതന്നെയാണ് ഇവിടെ എഴുതിയുള്ളത്. അതായത് ദ്രവണാങ്കം കുറഞ്ഞ പദാർത്ഥം കൊണ്ട് അല്ലെ, നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യണം? വളരെ കുറഞ്ഞതായിരിക്കണം. നിർമ്മിച്ച ഒരു ചാലക കമ്പിയെയാണ് നമ്മൾ എന്തിനെ വിളിക്കുന്നത്? സേഫ്റ്റി ഫ്യൂസ് വയർ എന്ന് വിളിക്കുന്നത് അല്ലെ. ഒരു നോക്കിയേ, സർക്യൂട്ടിൽ ഇത് ശ്രേണിയായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്രമീകരിക്കുന്നത്. ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സീരീസിലാണ്. അതായത് നമ്മളെങ്ങനെ, അതായത് ഒരു സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ അറിയാം. ഏതാ? ഒന്ന് പാരലലും ഒന്നെന്താണ്? സീരീസ്. അപ്പൊ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യണത്? സീരീസിലാണ് എന്ത് ചെയ്യാൻ? കണക്ട് ചെയ്യണം. അപ്പൊ അത് ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ഇത് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക? ഓവർലോഡിംഗ്, ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് സർക്യൂട്ടിലൂടെ അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടായാൽ ഫ്യൂസ് വയർ എന്താണ്? ഇവിടെ ചൂടാവുകയും അത് ഉരുകിപ്പോവുകയും സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സേഫ്റ്റി ഫ്യൂസ് വയർ നമ്മുടെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റെഡി അല്ലേ? റെഡി അല്ലേ? നമുക്ക് ഇവിടെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താണ്? ഒരു വേർഡ് പ്രോബ്ലം ആണ് അല്ലെ. വേർഡ് പ്രോബ്ലം നോക്കിയല്ല. നോക്കിയേ, power of a 200 volt electrical device is 500 watts. അപ്പൊ നമുക്ക് പവറിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാണ് 500 വാട്ട്സ് ആണ് തന്നിട്ടുണ്ട്. റെഡി? ഇനി വോൾട്ടേജ് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 200 വോൾട്ട് ആണ്. റെഡി? ഇനി ഫസ്റ്റത്തെ ചോദ്യം എന്താ? 200 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുതി ഉപകരണത്തിന്റെ പവർ 500 വാട്ട്സ് ആണ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദി ഇലക്ട്രിക്കൽ കറന്റ് ത്രൂ ദി ഡിവൈസ് അല്ലെ. എന്താണ്? ഈ ഉപകരണത്തിൽ പ്രവഹിക്കുന്ന കറന്റ് കണക്കാക്കാൻ അല്ലെ. വാല്യൂ നമുക്ക് കറന്റ് അറിയാലോ. നോക്കിയടാ, നമ്മൾ ഓൾറെഡി പവറിന് ഇക്വേഷൻസ് പഠിച്ചിട്ടില്ലേ? 3 സെറ്റ് ഇക്വേഷൻ അല്ലെ. ഹീറ്റിന് പഠിച്ച പോലെ തന്നെ പവറിന് എന്ത് ചെയ്തിട്ടുണ്ടാ? 3 സെറ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇവിടെ വേണ്ടത് ഏതാ? നമ്മളോട് കറണ്ട് അല്ലേ ചോദിച്ചത്. നോക്കിയടാ, പി തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞാരെ? കറണ്ട് ആണ് അല്ലെ. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് കറണ്ട് ആണ്. സിമ്പിൾ അല്ലേടാ? ഇക്വേഷൻ എന്താ? പവർ ഈസ് ഈക്വൽ ടു വി ഐ. എന്താടാ? പവർ ഈസ് ഈക്വൽ ടു വി ഐ. അങ്ങനെയാണെങ്കിൽ ഐ എങ്ങനെ എഴുതുക? ഐ ഈസ് ഈക്വൽ ടു, ഈ വോൾട്ടേജ് താഴേക്ക് പോകില്ലടാ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ ബൈ വോൾട്ടേജ് അല്ലെ. പവർ എത്രയാ? പവർ ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ആണ്. ഇനി വോൾട്ടേജ് എത്രയാന്നുള്ളത്? 200 അല്ലേ. ഓക്കെ, സീറോസ് കട്ട് ചെയ്താൽ എന്ത് വരും? 5/2. 5/2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5/2 എന്ന് പറഞ്ഞാൽ
2.5 അല്ലെ. അതായത് നമ്മളിവിടെ കണ്ടെത്തിയത് എന്താ, കറന്റ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, 2.5 ആംപിയർ. അപ്പൊ ഒരിക്കലും മറക്കരുത് എന്താ, അതായത് യൂണിറ്റ് ഇടാതെ എന്ത് ചെയ്യരുത്, വാല്യൂസ് പ്രസന്റ് ചെയ്യരുത്. റെഡി അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെയുള്ള ഇലക്ട്രിക് കറന്റ് എത്രയാണ്, 2.5 ആംപിയർ ആണ്. ഇനി നെക്സ്റ്റ് ചോദ്യം എന്താ, വാട്ട് ഈസ് ദി ആംബിയറേജ് ഓഫ് ദി ഫ്യൂസ് വയർ സ്യൂട്ടബിൾ ഫോർ ദിസ് ഡിവൈസ് അല്ലെ. അതായത് ഈ ഉപകരണത്തിൽ ഉപയോഗിക്കാവുന്ന ഫ്യൂസ് വയറിന്റെ ആംബിയറേജ് കൂടെ കൊടുത്തിരിക്കുന്നതിൽ ഏതായിരിക്കും. അപ്പൊ നമുക്ക് തന്നുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കിയടാ. ഓപ്ഷൻസ് ഒന്ന് 2 ആംപിയർ, ഒന്ന് 2.5 ആംപിയർ, ഒന്ന് 3 ആംപിയർ അല്ലെ. അപ്പൊ ഇവിടെയുള്ള കറന്റ് എത്രയാ, കറന്റ് എത്രയാടാ, 2.5 ആംപിയർ ആണ് എന്ത് കറന്റ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആംബിയറേജ് ഓഫ് ദ ഫ്യൂസ് വയർ. അതായത് ഫ്യൂസ് വയറിന് ഒരു മാക്സിമം ലിമിറ്റ് കൊടുക്കല. അപ്പൊ നമുക്ക് ഇവിടെ സേഫ്റ്റിയിൽ നോക്കി 2.5 ആംബിയർ നമ്മൾ ചെറിയൊരു ലിമിറ്റ് കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ വാല്യൂ കൊടുക്കുക അല്ലെ. അതായത് നോക്കിയേ, അതായത് ഇവിടെ തന്നുള്ളത് 2.5 ആണ് ഇവിടെ അലൗഡ്. പക്ഷെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് 3 ആംബിയർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ എന്താ, ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ് അല്ലെ. ഈ ഡിവൈസിന് എന്ത് കണ്ടുപിടിക്കണം, പ്രതിരോധം, ഉപകരണത്തിന്റെ പ്രതിരോധം എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റെഡി അല്ലേ. നമുക്ക് എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം നോക്കിയടാ. ഇക്വേഷൻ അറിയാലോ, പവറിന്റെ അടുത്ത ഇക്വേഷൻ എന്താ, പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. എന്താടാ പവറിന്റെ ഇക്വേഷൻ എന്താണ്, വി സ്ക്വയർ ബൈ ആർ. നമുക്ക് പ്രതിരോധം അല്ലേ കണ്ടുപിടിക്കേണ്ടത്, സിമ്പിൾ ആണ്. ഈ റെസിസ്റ്റൻസിനെ, പ്രതിരോധത്തിനെ മുകളിലേക്ക് കൊണ്ടുവന്നാല് പവറിന് എന്ത് ചെയ്യുക, താഴേക്ക് എഴുതുക. അപ്പൊ ഇക്വേഷൻ എന്തായി, ആർ ഇസ് ഈക്വൽ ടു എന്താ, ആർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. എന്താടാ ആർ ഇസ് ഈക്വൽ ടു എന്താണ്, വി സ്ക്വയർ ബൈ പി. പറഞ്ഞോ, വി സ്ക്വയർ എന്താ, വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താ ദാറ്റ് ഈസ് 200 സ്ക്വയർ. എന്താടാ 200 സ്ക്വയർ ബൈ പവർ എത്രയാ, പവർ ദാറ്റ് ഈസ് ഈക്വൽ ടു 500. സിമ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ വാല്യൂ എത്ര ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരും, 80 ഓം എന്ന് ആൻസർ വരും. റെഡി അല്ലേ, സിമ്പിൾ അല്ലേടാ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചു തന്നെ വേണം ചെയ്യാൻ. നോക്ക് എന്തൊക്കെ ചോദിച്ചുള്ളത്. ഒന്ന് ഈ ക്വസ്റ്റ്യനിൽ തന്നുള്ളത് വോൾട്ടേജ് തന്നിട്ടുണ്ട്, വാട്ട്സ് തന്നിട്ടുണ്ട്. നമ്മളോട് ഫസ്റ്റ് ചോദിച്ചത് എന്താ, ഇലക്ട്രിക് കറന്റ് തരുന്നുണ്ട് അല്ലെ. ഇലക്ട്രിക് കറന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. റെഡി. അതിനുശേഷം നമ്മളോട് ചോദിച്ചത് എന്താ, ആംബിയറേജ് ഓഫ് ദ ഫ്യൂസ് വയർ അല്ലെ. ഫ്യൂസ് വയറിന്റെ ആംബിയറേജ്, എത്ര ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ സപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്താ, നമ്മളോട് ചോദിച്ചത് ആ സർക്യൂട്ടിലെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടെത്താനാണ്. സിമ്പിൾ അല്ലടാ. നോക്കാം ഇനി. നോക്കിയേ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നോക്കിയേ, മാച്ച് ദ ടേംസ് ഇൻ ദ കോളം എ ബി ആൻഡ് സി സ്യൂട്ടബിളി. അപ്പൊ നമ്മളോട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞുള്ളത് അല്ലെ. നോക്കി എന്തൊക്കെ ഓപ്ഷൻസ് തന്നുള്ളത് നോക്കാം. ഇലക്ട്രിക്കൽ ഹീറ്റർ ഉണ്ട്, LED ബൾബ് ഉണ്ട്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഉണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഫീൽഡ് മാഗ്നറ്റ്, നിക്രോം, ഹീറ്റ് സിങ്ക്, കാർബൺ റോഡ് അല്ലെ. ഇനി ഓപ്ഷൻ സി, അതായത് സി കോളത്തിൽ എന്തൊക്കെ ഉണ്ട്, ലൈറ്റിംഗ് ഇഫക്റ്റ്, മാഗ്നറ്റിക് ഇഫക്റ്റ്, പിന്നെന്ത്, ഹീറ്റിംഗ് ഇഫക്റ്റ്, മെക്കാനിക്കൽ ഇഫക്റ്റ്. വളരെ സിമ്പിൾ അല്ലേ. നോക്കിയേ, ഇലക്ട്രിക് ഹീറ്റർ. നോക്കിയേ, ഇലക്ട്രിക് ഹീറ്ററിൽ യൂസ് ചെയ്യണത് ഏതാ, ഏത് വയറടാ, നിക്രോം വയർ അല്ലെ. നമ്മൾ പഠിച്ചതാണ് എന്താ, ഇലക്ട്രിക്കൽ ഹീറ്ററിൽ യൂസ് ചെയ്യുന്ന വയർ ഏതാണ്, നിക്രോം വയർ. ഇനി നിക്രോം വയർ എന്തിന്റെ ഏത് പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഏത് ഫലാണ്, ഏത് ഇഫക്റ്റ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺ ദി ഹീറ്റിംഗ് ഇഫക്റ്റ് അല്ലെ. എന്താണ്, ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺ ദി ഹീറ്റിംഗ് ഇഫക്റ്റ്. അപ്പൊ നിക്രോമിലേക്ക് കണക്ട് ചെയ്യുക, അത് വർക്ക് ചെയ്യുന്ന എന്താണ്, താപഫലമാണ്. എന്താണ്, താപഫലം. റെഡി അല്ലേ. ഇനി രണ്ടാമത്തത് LED ബൾബ്. നോക്കിയേ, ഇനി LED ബൾബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് LED ബൾബ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കിയടാ, ഹീറ്റ് സിങ്ക് ആണ് അല്ലെ. LED ബൾബ് വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ഹീറ്റ് സിങ്ക്. ഇനി ഹീറ്റ് സിങ്ക് ഏത് ഇഫക്റ്റ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഏത് ഇഫക്റ്റ് ആടാ, ഈ ഇഫക്റ്റ് ലൈറ്റിംഗ് ഇഫക്റ്റ് അല്ലെ. LED ബൾബ് വർക്ക് ചെയ്യുന്നത് എന്താടാ, ലൈറ്റിംഗ്. അപ്പൊ LED ബൾബിനെയാണ് ഹീറ്റ് സിങ്കിലോട്ടും അവിടുന്ന് എന്താണ്, പ്രകാശഫലത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. സിമ്പിൾ അല്ലടാ. ഇനി മൂന്നാമത്തത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. എന്താണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാല്, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എന്ന് പറയും. റെഡി അല്ലേ. ഇനി അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അത് അതായത് ഫീൽഡ് മാഗ്നറ്റ് അല്ലെ. എന്താണ്, ഫീൽഡ് മാഗ്നറ്റിലാണ് എന്ത് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്നത്. റെഡി അല്ലേ. ഇനി എന്ത് ഇഫക്റ്റിൽ അത് വർക്ക് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഇഫക്റ്റ് അല്ലേടാ. സിമ്പിൾ അല്ലേ. നോക്കിയേ, ഫീൽഡ്, കാന്തം ആൻഡ് കാന്തിക ഫലം. റെഡി അല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ് നമ്മളോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചുള്ളത്. സിമ്പിൾ അല്ലേ. എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നോക്കിയേ, ഫിലമെന്റ് ലാമ്പ് ഈസ് എ ഡിവൈസ് വർക്കിംഗ് ഓൺ ദി ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെ. ഇലക്ട്രിക് കറന്റിന്റെ ലൈറ്റിംഗ് ഇഫക്റ്റിലെ പ്രകാശ ഫലത്തിന് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഏത്, ഫിലമെന്റ് ലാമ്പ് അല്ലെ. വൈദ്യുതി പ്രവാഹത്തിന്റെ പ്രകാശഫലം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ത്, ഒരു ബൾബ് എന്ന് പറയുന്നത്. ഇനി ചോദ്യം എന്താ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ദി ഫിലമെന്റ് ഓഫ് ദി ബൾബ് അല്ലെ. എന്താണ്, ഫിലമെന്റ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്, നമുക്കറിയാലോ ഏതാണ്, നമ്മൾ എത്രയോ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. എന്ത്, ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഇത്, ടങ്സ്റ്റൺ അല്ലെ. ടങ്സ്റ്റന്റെ സിമ്പിൾ എന്താടാ, ടങ്സ്റ്റൺ എന്ന് പറഞ്ഞാല് സിമ്പിള് W അല്ലെ. എന്താടാ, ടങ്സ്റ്റൺ സിമ്പിള് W. റെഡി.
ഇനി അടുത്ത ചോദ്യം എന്താ? റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് മെറ്റീരിയൽ. ഈ പദാർത്ഥത്തിന്റെ 4 സവിശേഷതകൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതായത് ഹീറ്റിംഗ് ഇഫക്റ്റിലും അതുപോലെ തന്നെ ലൈറ്റിംഗ് ഇഫക്റ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർട്ടീസ് അല്ലെ, അവരുടെ സവിശേഷ ഗുണങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. റെഡി. അപ്പോൾ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു എന്താണ്? ടങ്സ്റ്റൺ ആണ്. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ സവിശേഷതകൾ പറയാം. എന്താ നോക്കിയേ. എബിലിറ്റി ടു റിലീസ് വൈറ്റ് ലൈറ്റ് അല്ലെ, അതായത് എന്ത് ചെയ്യണം? വൈറ്റ് ലൈറ്റ് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യണം? വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അതിനുണ്ടായിരിക്കണം. പിന്നെന്താ? 3 പ്രോപ്പർട്ടീസിന്റെ വാല്യൂ അതിന് വളരെ കൂടുതലായിരിക്കണം. ഏതൊക്കെ? ഒന്ന് റെസിസ്റ്റിവിറ്റി കൂടണം, മെൽറ്റിംഗ് പോയിന്റ് കൂടണം, ഡക്റ്റിലിറ്റി കൂടണം അല്ലെ. അതായത് എന്തൊക്കെടാ? റെസിസ്റ്റിവിറ്റിയും ദ്രവണാങ്കം ആൻഡ് പിന്നെന്താ? അതായത് ഡക്റ്റിലിറ്റി. എന്താടാ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നേർത്ത കമ്പികളാക്കാനുള്ള അല്ലെ, തിൻ വയർ ആക്കാനുള്ള എബിലിറ്റിനെയാണ് എന്തെന്ന് പറയടാ? ഡക്റ്റിലിറ്റി എന്ന് പറയാ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. 2 ആംപിയർ കറന്റ് ഫ്ലോ ത്രൂ ദി ഇലക്ട്രിക്കൽ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 120 ഓം അല്ലെ. എന്താടാ? 120 ഓം പ്രതിരോധമുള്ള ഒരു വൈദ്യുതി ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. ഒരു കണ്ടീഷൻ തന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്ന വാല്യൂസ് എഴുതുക അല്ലെ. എന്താ? ഒന്ന് കറന്റ് 2 ആംപിയർ. ഇത്രയുടെ കറന്റ് എന്താണ്? 2 ആംപിയർ. പിന്നെന്താ തന്നുള്ളത്? റെസിസ്റ്റൻസ് 120 ഓം അല്ലെ. എന്താടാ? റെസിസ്റ്റൻസ് 120 ഓം. ഇനി നമുക്ക് ഓരോ ചോദ്യത്തിലോട്ട് കിടക്കാം അല്ലെ. ഒന്നാമത്തെ ചോദ്യം എന്താ? കാൽക്കുലേറ്റ് ദി പവർ ഓഫ് ദി ഡിവൈസ്. എന്താ ചോദിച്ചത്? ഉപകരണത്തിന്റെ പവർ കണക്കാക്കാനാണ് ചോദ്യം അല്ലെ. പവർ എത്രയാന്ന് കണ്ടെത്താനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. റെഡി. അപ്പൊ നമുക്കറിയാലോ പവറിന് 3 സെറ്റ് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഓൾറെഡി പറഞ്ഞതാണ്. എന്താ? അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താടാ? ഫസ്റ്റ് സെറ്റ് ഇക്വേഷൻ ദാറ്റ് ഈസ് ഐ സ്ക്വയർ ഇൻറ്റു ആറ്. എന്താടാ? ഐ സ്ക്വയർ ഇൻറ്റു ആറ്. എന്താ? പറഞ്ഞോ. എന്താടാ ഐയുടെ വാല്യൂ? എന്താ? ഐ എന്ന് പറഞ്ഞാൽ 2 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? 2 ആംപിയർ സ്ക്വയർ അല്ലെ. ഐ സ്ക്വയർ എന്നല്ലേ വരുന്നത്? ഇനി ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത്? ദാറ്റ് ഈസ് 120 ഓം. അപ്പൊ എത്ര വരുടാ? 120 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 480 വാട്ട്സ് എന്ന് വരും അല്ലെ. എന്താണ്? 480 വാട്ട്സ് എന്ന് വരും. അതായത് ഒന്നാമത്തെ ചോദ്യം ചെയ്തു. ഇനി രണ്ടാമത്തെ ചോദ്യം ചെയ്താലോ? നോക്കിയടാ. What changes can be done in the device to increase the power of the device without changing the potential difference? ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ഒരു ചോദ്യമാണ് അല്ലെ. അതായത് പവറും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം, അതായത് നമുക്കൊരു കൺഫ്യൂഷൻ വരാവുന്ന ഒരു ഭാഗമാണ്. നമുക്ക് നോക്കാം. നോക്കിയടാ, ഞാൻ ഇവിടെ 2 ഇക്വേഷൻ എഴുതാൻ പോവാണേ. നോക്കണേ. പവർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതി. ഇനി ഞാൻ എഴുതി പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് എഴുതി. ഇനി ഞാൻ എഴുതാൻ നോക്കിയടാ, പവറും റെസിസ്റ്റൻസും ഞാൻ എഴുതിയ ഒന്നാമത്തെ ഇക്വേഷനിൽ എങ്ങനെയാ? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആ. ഇനി ഇതേ പവറും റെസിസ്റ്റൻസും രണ്ടാമത്തെ ഇക്വേഷനിൽ എങ്ങനെയാ? രണ്ടാമത്തെ ഇക്വേഷനിൽ ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. എന്താണ്? ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നോക്കിയേ, പവറും റെസിസ്റ്റൻസും തന്നെ ഒരേ ഇക്വേഷനിൽ 2 റിലേഷൻ എങ്ങനെയാ വരിക? അതായത് ഇത്ര ഉള്ള കണ്ടീഷൻ മക്കളെ. ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഒന്നാമത്തെ ഇക്വേഷൻ എപ്പോഴാ യൂസ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ വോൾട്ടേജ് സെയിം ആന്ന് പറയണം. എന്ത് സെയിം ആന്ന് പറയണടാ? വോൾട്ടേജ് സെയിം ആന്ന് പറയണം. ഇതേ ഇക്വേഷൻ, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് സെയിം ആന്ന് പറയണം? എന്ത് സെയിം ആന്ന് പറയണടാ? കറന്റ് സെയിം ആണെന്ന് പറയണം. ഇത് മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എന്താ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ? അതായത് വിത്തൗട്ട് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിന്റെ അർത്ഥം എന്താ? അതായത് വോൾട്ടേജ് സെയിം എന്ന അർത്ഥം. വോൾട്ടേജ് സെയിം ആണെങ്കിൽ റിലേഷൻ എങ്ങനെയാ? ഇൻവേഴ്സ് അല്ലേ. അതായത് ഇവിടുത്തെ ഈ കേസിൽ നോക്കിയേ, ഈ കേസിൽ പവർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു റെസിസ്റ്റൻസ് അല്ലെ. എന്താണ്? പവർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു റെസിസ്റ്റൻസ്. അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ പവർ കൂട്ടണം അല്ലെ. പവർ കൂട്ടണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റിയതെന്ന് പറഞ്ഞു അല്ലെ. പവർ കൂട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പവർ കൂട്ടണമെങ്കിൽ ഈ റെസിസ്റ്റൻസ് കുറക്കണം അല്ലെ. പ്രതിരോധത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറയണം അല്ലെ. റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറഞ്ഞാൽ പവർ എന്ത് ചെയ്യും? കൂടും. കാരണം എന്താ? അവർ റിലേഷൻ എങ്ങനെയാ? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. റെഡി അല്ലേടാ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ? നോക്കിയാലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കിയേ. A 12-volt battery is connected to 10 ohm and 50 ohm resistors which are connected in parallel അല്ലെ. അതായത് 10 ഓമും 15 ഓം റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്രതിരോധം സമാന്തരമായി ഘടിപ്പിച്ച് 12 വോൾട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ. നമുക്ക് കണ്ടീഷൻ ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രം ഇൻക്ലൂഡിങ് an ammeter and switch to the above അല്ലെ. നമ്മളിവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഒരു അമ്മീറ്ററും ഒരു സ്വിച്ചും കാണിക്കുക അല്ലെ. നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇത്ര ഉള്ളൂ. അമ്മീറ്ററിന്റെ പോസിറ്റീവ് എന്ത് ചെയ്യണം? സെല്ലിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് വരണം. ഇത്ര ഒരു കണ്ടീഷൻ മാത്രം ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. റെഡി അല്ലേ? സർക്യൂട്ടിലെ അമ്മീറ്റർ, സ്വിച്ച് എന്നിവ ഉൾപ്പെടുത്തി ഒരു സർക്യൂട്ട് ഡയഗ്രം വരക്കാനാ ചോദ്യം. റെഡി.
രണ്ടാമത്തെ ചോദ്യം എന്താ മക്കളെ നോക്കിയേ, വാട്ട് ഈസ് ദ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് അല്ലെ, നമ്മൾ പഠിച്ചതാണ് സഫല പ്രതിരോധം അല്ലെ. സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയടാ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെ എന്താ പാരലൽ അല്ലേ, നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ആക്ച്വലി നമ്മൾ എങ്ങനെ റെസിസ്റ്റർ ഇൻ പാരലൽ എഴുതുക, 1/r പാരലൽ ഇസ് ഈക്വൽ ടു 1/r1 പ്ലസ് പറഞ്ഞോ എന്താ 1/r2. പക്ഷെ നമുക്കറിയാം രണ്ട് റെസിസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഷോർട്ട് ഇക്വേഷൻ, ഇവിടുന്ന് ഈ ഷോർട്ട് ഇക്വേഷൻ ഒന്നുമില്ല, റീഅറേഞ്ച് ചെയ്തതാണ്, ഒന്നുമില്ല. നോക്കി എന്താ R effective parallel is equal to R1 into R2. പറഞ്ഞോ മക്കൾ പറഞ്ഞോ, that is R1 by R, എന്താ that is R1 into R2 by R1 plus R2 അല്ലെ. എന്താണ് R1 plus R2 നോക്കിയേ, ഇവിടെ 10ഉം 15ഉം അല്ലേ, അപ്പൊ എങ്ങനെ എഴുതണ്ടേ 10 into 15 by 10 plus 15. ഇപ്പൊ എന്ത് വരും ഇവിടെ, that is 150 by 25 എന്ന് വരും അല്ലെ. എന്താടാ 150 by എന്ത് വരും 25 എന്ന് വരും. അപ്പൊ എത്ര ആൻസർ കിട്ടുക, that is equal to 6 ohm എന്ന് വരും അല്ലെ. എന്താണ് അപ്പൊ ഇവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെ, ഈ ഒരു അതായത് ഇവിടെ തന്ന കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് എത്രയാടാ 6 ohm ആണ് അല്ലെ. നോക്കിയേ, സർക്യൂട്ടിലെ അമ്മീറ്റർ സ്വിച്ച് കണക്ട് ചെയ്ത ഡയഗ്രാം വരച്ചു, സർക്യൂട്ടിലെ സഫല പ്രതിരോധം എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 6 ohm ആണ് കണ്ടുപിടിച്ചു. റെഡി അല്ലേ. ഇനി നോക്കിയേ, കാൽക്കുലേറ്റ് ദി ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് കറന്റ്, അതായത് ഇതിലൂടെ പോകുന്ന കറന്റിന്റെ വാല്യൂ അല്ലേ ചോദിച്ചത്. നോക്കിയടാ, കറന്റ് എന്താ നമുക്കറിയാം, ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് വോൾട്ടേജ് ഓൾറെഡി തന്നിട്ടുണ്ട്, സിമ്പിൾ ആടാ, ഓംസിൽ യൂസ് ചെയ്താൽ പോരെ, ഓംസ് നിയമം യൂസ് ചെയ്താൽ പോരെ. പറഞ്ഞോ എന്താ ഓംസ് നിയമം, എന്താ നമുക്കറിയാലോ, V is equal to IR അല്ലെ. എത്രയോ പ്രാവശ്യം പഠിച്ച ഇക്വേഷൻ ആണ് V is equal to IR. ഇവിടെ നമ്മളോട് ചോദിച്ചത് കറന്റ് അല്ലേ മക്കളെ അല്ലെ, വൈദ്യുതിയുടെ വാല്യൂ അല്ലേ ചോദിച്ചത്, ദാറ്റ് ഈസ് V/R അല്ലെ. എന്താണ് വാല്യൂ എത്രയുടെ, V/R. ഇനി നോക്കിയാൽ എന്താ വോൾട്ടേജ് എത്രയാ തന്നുള്ളത്, 12 വോൾട്ട് ആണ് തന്നുള്ളത് അല്ലെ. 12 വോൾട്ട് ബൈ റെസിസ്റ്റൻസ് എത്രയാ 6, കട്ട് ചെയ്താൽ എത്ര വരും, 2 ആംപിയർ വരും. എത്രയാടാ 2 ആംപിയർ വരും. സിമ്പിൾ അല്ലേ. മക്കൾ നോക്കിയടാ, നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം. നോക്കിയേ, സ്റ്റേറ്റ്മെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് വർക്കിംഗ് ഓഫ് എ ഫിലമെന്റ് ലാമ്പ് ആൻഡ് ഡിസ്ചാർജ് ലാമ്പ് ആർ ഗിവൺ ബിലോ. നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഒന്നെന്താ അറേഞ്ച് ദീ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദി കറക്റ്റ് ഓർഡർ. നമ്മളൊരു കഥ പോലെ പഠിക്കുന്നതാണ് അല്ലേ. എന്താണ് ഇതിന്റെ വർക്കിംഗ് വളരെ എന്താണ് ഒരു സ്റ്റോറി പോലെ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ പഠിക്കുക. റെഡി അല്ലേ. നോക്കിയേ, ഒന്ന് മോളിക്യൂൾ റീച്ച് ദി നോർമൽ എനർജി ലെവൽ ആൻഡ് അറ്റൈൻ സ്റ്റെബിലിറ്റി, മെയിൻറ്റെയിൻ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റേഡിയന്റ് എനർജി ഈസ് എമിറ്റഡ് ആസ് ലൈറ്റ്, ഗ്യാസ് മോളിക്യൂൾസ് അറ്റൈൻ ഹൈ എനർജി ലെവൽ. അപ്പോൾ അതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കും. നോക്കിയേ, ഒന്നാമത്തെ കാര്യം എന്താ അവിടെ മെയിൻറ്റെയിനിങ് ദി ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനുശേഷം എന്താ ഗ്യാസ് മോളിക്യൂൾസ് വിൽ അറ്റൈൻ ദി ഹൈ എനർജി ലെവൽ. ഈ ഹൈ എനർജി ലെവലിലോട്ട് പോയാൽ എന്താ സ്റ്റെബിലിറ്റി കുറയും. അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്യും, മോളിക്യൂൾ വിൽ കം ബാക്ക് ഓർ റീച്ച് ദി നോർമൽ എനർജി ലെവൽ ആൻഡ് അറ്റൈൻ സ്റ്റെബിലിറ്റി. അപ്പൊ എന്താ എനർജി അവർക്ക് റിലീസ് ചെയ്യണം, ആ എനർജി അല്ലെ, ദിസ് റേഡിയന്റ് എനർജി ഈസ് എമിറ്റഡ് ആസ് എ ലൈറ്റ്. റെഡി അല്ലേ. ഈ നെക്സ്റ്റ് ചോദ്യം എന്താ, റൈറ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ് ഓവർ ഫിലമെന്റ് ലാമ്പിൽ. ഫിലമെന്റ് ലാമ്പിനേക്കാൾ ഡിസ്ചാർജ് ലാമ്പിന് എന്തോ ഒരു പ്രത്യേകതകളുണ്ട്, നമ്മൾ പഠിച്ചതാണല്ലോ. ഫിലമെന്റ് ലാമ്പിനേക്കാൾ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അതിനേക്കാൾ യൂസ്ഫുൾ ആണ് ഏത്, ഡിസ്ചാർജ് ലാമ്പ് അല്ലെ. അതിനേക്കാൾ അഡ്വാൻറ്റേജ് ഉള്ള ആളാണ് ആര്, LED ലാമ്പ്. നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമാണ്. റെഡി അല്ലേ. അപ്പൊ ഇവിടെ രണ്ട് അഡ്വാൻറ്റേജ് എഴുതിയിട്ടുണ്ട്, ഒന്ന് എനർജി ലോസ് കുറവാണ്, അതുപോലെ തന്നെ എന്താണ് ലോങ് ലൈഫ് ടൈം ആണ്. റെഡി അല്ലേ. ഇനി നമ്മൾ എന്തിനാ ഈ നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യണത്, ടു പ്രിവെന്റ് ഓക്സിഡേഷൻ ആൻഡ് വേപ്പറൈസേഷൻ ഓഫ് ദി ഫിലമെന്റ്. റെഡി അല്ലേടാ. നമുക്ക് തന്നത് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പറയുമ്പോൾ എങ്ങനെ, ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നു അല്ലെ. ഉയർന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ എന്താ സംഭവിക്കുക, വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജ നില കൈവരിക്കുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുക, അതായത് തന്മാത്രകൾ സാധാരണ ഊർജ്ജ നിലയിലെത്തി സ്ഥിരത കൈവരിക്കുന്നു, സ്റ്റെബിലിറ്റി നിന്നുള്ള അറ്റൈൻ ചെയ്യുന്നു. റെഡി അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ വികിരണ ഊർജ്ജം പ്രകാശ രൂപത്തിൽ പുറത്തുവിടുന്നു. റേഡിയന്റ് എനർജി വരുന്നത് ഏത് രൂപത്തിലാണ്, അതായത് ലൈറ്റിംഗ് എഫക്റ്റിലാണ് വരുന്നത്. റെഡി അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ രണ്ട് അഡ്വാൻറ്റേജ് പറഞ്ഞത് എന്തൊക്കെയാ, ഒന്ന് ഊർജ്ജ നഷ്ടം കുറവാണ്, അതുപോലെ തന്നെ എന്താണ് ആയുർദൈർഘ്യം എന്താണ് കൂടുതലാണ്, ലോങ്ങർ ലൈഫ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇനി നൈട്രജൻ എന്തിനാ ഫിൽ ചെയ്തെന്നല്ലേ നെക്സ്റ്റ് ചോദ്യം വരുന്നത്. നോക്കിയേ, ഫിലമെന്റിന്റെ ഓക്സീകരണവും എന്താണ് ബാഷ്പീകരണവും തടയുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, നൈട്രജൻ ഗ്യാസ് ഫിൽ ചെയ്യുന്നത്. റെഡി അല്ലേ. എന്നാൽ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവല്ലേ. നോക്കിയേ, filaments in the bulb A, B and C are of the same thickness, different length and made up of same material. അപ്പൊ എന്താ മെറ്റീരിയൽ സെയിം അല്ലേ മക്കളെ. നമുക്ക് ഇവിടെ ഡിഫറെന്റ് എന്താ, ലെങ്ത് ഡിഫറെന്റ് ആണ് അല്ലെ. എന്താണ് ലെങ്ത് ഡിഫറെന്റ്, നമ്മൾ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ഒന്ന് 12 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ആൻഡ് 16 സെന്റിമീറ്റർ. റെഡി അല്ലേ. നമ്മളോട് ചോദിച്ചത് എന്താ, ദീസ് ബൾബ് വർക്ക് ഇൻ ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് വർക്ക് ചെയ്യുന്ന എന്താ, സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചത് വിച്ച് ബൾബ് വിൽ ബി മോർ ബ്രൈറ്റ് വെൻ ദേ ആർ
lit in the same potential difference justify your answer അല്ലെ അത് ചോദിച്ചത് എന്താ ഈ ബൾബിൽ ആ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ ഏതാണ് കൂടുതലായിട്ട് ബ്രൈറ്റ്നസ് ഉണ്ടാവുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വാട്ട് ചേഞ്ച് വിൽ ബി ഒബ്സർവ്ഡ് ഇൻ ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് വെൻ ദ കറന്റ് പാസ് ത്രൂ എ സീരീസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ദീസ് ബൾബ്സ് ഗീവ് റീസൺ ഫോർ ദിസ് ഒബ്സർവേഷൻ നോക്കി എന്താണ് അതായത് നമുക്ക് എന്ത് ചേഞ്ച് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്തില് ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് വെൻ കറന്റ് ഈസ് പാസ് ത്രൂ എ സീരീസ് കോമ്പിനേഷൻ ഓഫ് ദീസ് ബൾബ് അല്ലെ അതായത് സീരീസ് കോമ്പിനേഷൻ അതായത് ഈ ബൾബുകളെ സീരീസ് കോമ്പിനേഷൻ നോക്കിയേ അതായത് ശ്രേണി കോമ്പിനേഷനിൽ വെച്ചാൽ എന്താണ് നമുക്ക് ഇവിടെ എന്താണ് ഫീൽ ചെയ്യുക അതായത് എന്ത് ചേഞ്ച് ആണ് ഇവിടെ ഉണ്ടാകുന്നതാണ് ചോദിച്ചത് നോക്കിയേ ഈ ലാമ്പിൽ ബി ലാമ്പ് നോക്കി ബി ലാമ്പിനാണ് എന്ത് ചെയ്തെന്ന് ലീസ്റ്റ് റെസിസ്റ്റൻസ് വരും അല്ലെ നോക്കിയേ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലേ മക്കളെ നോക്കിയേ അതായത് നോക്കിയേ ലെങ്ത് കുറഞ്ഞ ആൾക്കാണ് എന്തുണ്ടാവുക റെസിസ്റ്റൻസ് കുറയല്ലേ ലെങ്ത് കുറഞ്ഞ ആൾക്ക് എന്താണ് റെസിസ്റ്റൻസ് കുറവായിരിക്കും അല്ലെ റെസിസ്റ്റൻസും പവറും തമ്മിൽ റിലേഷൻ എന്താ കാരണം നമുക്ക് ഇവിടെ അറിയാലോ വോൾട്ടേജ് സെയിം ആന്ന് പറഞ്ഞിട്ടുണ്ട് സോ പവർ ഈസ് ഈക്വൽ ടു എന്താ വി സ്ക്വയർ ബൈ ആർ അല്ലെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ റിലേഷൻ യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതല്ലേ ദാറ്റ് ഈസ് പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആ റെസിസ്റ്റൻസ് എന്താ പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ റെസിസ്റ്റൻസ് കുറഞ്ഞ ആളാണ് അവർക്കാണ് എന്ത് പവർ കൂടുക അല്ലെ റെസിസ്റ്റൻസ് കുറഞ്ഞത് ആർക്കാണോ അവർക്കാണ് എന്ത് ചെയ്യുക പവർ കൂടുക റെഡി അല്ലേ അപ്പൊ ഇവിടെ പറഞ്ഞോ പവർ കൂടിയത് ആർക്കാടാ പവർ ബി എന്ന ബൾബിനാണ് എന്ത് ചെയ്യുക പവർ കൂടുക അല്ലെ പവർ കൂടുക മീൻസ് എന്താണ് കൂടുതൽ ബ്രൈറ്റ് ആയിരിക്കും രണ്ടാമത്തെ ചോദ്യം എന്താ അവർ കണക്റ്റഡ് ഇൻ സീരീസ് അല്ലെ സീരീസിൽ കണക്ട് ചെയ്ത് എന്താ സംഭവിക്കുക ഈ ലാമ്പ് സി വിൽ ഹാവ് കമ്പാരിറ്റീവ്ലി മോർ ബ്രൈറ്റ്നസ് അല്ലെ അതായത് നമുക്കറിയാലോ നോക്കിയേ ഒരു സീരീസ് കോമ്പിനേഷനിൽ നോക്കിയേ ഒരു സീരീസ് കോമ്പിനേഷനിൽ ഇവിടെ R1 ഇവിടെ R2 ഇവിടെ എന്താ R3 അല്ലെ മൂന്ന് ബൾബുകളാണ് ഇനി ഇവിടുത്തെ മാക്സിമം റെസിസ്റ്റൻസ് ആർക്കാ മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണല്ലേ മാക്സിമം റെസിസ്റ്റൻസ് ഇനി ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് ആർക്കാ രണ്ടാമത്തെ ആൾക്കാണ് മിനിമം റെസിസ്റ്റൻസ് അപ്പൊ നോക്കിയേ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻ എ സീരീസ് സർക്യൂട്ട് എന്താ വി ഈസ് ഈക്വൽ ടു ഐ ആർ അല്ലേ മക്കളെ ഇവിടെ കറന്റ് സെയിം അല്ലേ അപ്പൊ നോക്കിയേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെ പൊട്ടൻഷ്യൽ ലോസ് കൂടെ ആർക്കാ റെസിസ്റ്റൻസ് കൂടിയ ആൾക്കല്ലടാ അതായത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആർക്കാണ് ഉണ്ടാവുക പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൂടുതൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് കൂടിയ ആൾക്കാണ് ഉണ്ടാവുക സോ ബിക്കോസ് ഇൻ സീരീസ് കോമ്പിനേഷൻ മോർ വോൾട്ടേജ് വിൽ ബി ഡ്രോപ്പ് അക്രോസ് ദി ഹയർ റെസിസ്റ്റർ അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കൂടുതൽ പവർ കൺസപ്ഷൻ ഉണ്ടാവും അതായത് സീരീസിൽ കണക്ട് ചെയ്താൽ പവർ അതായത് കൂടുതൽ പവർ വരെ ആർക്കാടാ എന്താണ് സി എന്ന ബൾബിനാണ് ഇൻഡിവിജ്വലി സെയിം വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്താൽ അതായത് പാരലൽ കണക്ഷൻ എന്നർത്ഥം അതിന്റെ അർത്ഥം എന്താ അവിടെ കൂടുതൽ പവർ വരുന്നത് ബൾബ് ബിക്കാണ് റെഡി അല്ലേ നെക്സ്റ്റ് ചോദ്യത്തിലൂടെ നടക്കാം ഐഡന്റിഫൈ ദ റിലേഷൻ ദി ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് ഫിൽ ദ സെക്കൻഡ് പെയർ നമ്മൾ ഇതുപോലത്തെ ഒരു ചോദ്യം ചെയ്താണ് റെഡി നോക്കിയേ ടങ്സ്റ്റൺ ഇൻകാൻഡിസെന്റ് ലാമ്പ് അല്ലെ എന്താ ചോദിച്ചുള്ളത് ടങ്സ്റ്റൺ ഇൻകാൻഡിസെന്റ് ലാമ്പ് ആണെങ്കിൽ രണ്ടാമത്തെ എന്താ ഒന്നാം പദജോടി ബന്ധം നോക്കി രണ്ടാം പദജോടി പൂർത്തിയാക്കുക എന്നാണ് ചോദ്യം റെഡി അല്ലേ നോക്കിയേ ടങ്സ്റ്റൺ ഇൻകാൻഡിസെന്റ് ലാമ്പ് ആണെങ്കിൽ നോക്കിയിട്ട് എന്താ ടങ്സ്റ്റൺ ഇൻകാൻഡിസെന്റ് ലാമ്പ് ആണെങ്കിൽ ഇലക്ട്രിക് അയൺ വൈദ്യുത സ്ഥിരപ്പെട്ട് ഏത് ഇഫക്റ്റ് ആണ് നോക്കിയേ അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണെന്നാണ് ചോദ്യം അല്ലെ ഇവിടെ ഇൻകാൻഡിസെന്റ് ലാമ്പിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഇത് ടങ്സ്റ്റൺ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് അയണിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാടാ നിക്രോം അല്ലേ മെറ്റീരിയൽ ഏതാടാ നിക്രോം റെഡി അല്ലേ സിമ്പിൾ അല്ലേടാ ചോദ്യം ഓക്കെ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം റെഡി നോക്കിയേ ദ ആംബിയറേജ് ഓഫ് ദ ഫ്യൂസ് വയർ എന്താ ദ ആംബിയറേജ് ഓഫ് ദി ഫ്യൂസ് വയർ യൂസ് ഇൻ എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഇൻ ദി 230 വോൾട്ട് ഈസ് 2.2 ആംബിയർ അല്ലെ എന്താണ് ആംബിയറേജ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ എത്രയാണ് 2.2 ആംബിയർന്ന് തന്നിട്ടുണ്ട് ഇനി ഇവിടുത്തെ വോൾട്ടേജ് എത്രയാ വോൾട്ടേജ് 230 വോൾട്ട് ആണ് അല്ലെ ഇത് റെക്കമെൻഡഡ് പവർ അല്ലെ അതായത് പ്രവർത്തന നോക്കിയേ എന്താണ് പ്രവർത്തന വോൾട്ട് എത്രയാ 230 വോൾട്ട് ആയ ഒരു വൈദ്യുത ഉപകരണത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫ്യൂസ് എത്രയാ 2.2 ആംബിയറേജ് ആണ് തന്നിട്ടുണ്ടല്ലോ എങ്കിൽ ഉപകരണത്തിന്റെ പവർ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ എന്ത് ചെയ്യണം നമ്മൾ തിരഞ്ഞെടുക്കാനാണ് ചോദ്യം റെഡി അല്ലേ നോക്കിയേ ഇവിടുത്തെ പവർ നമ്മൾ കണ്ടെത്തിക്കൂടെടാ സിമ്പിൾ അല്ലേടാ പവർ എങ്ങനെ കണ്ടെത്താ നോക്കിയേ ദാറ്റ് ഈസ് പവർ ഈസ് ഈക്വൽ ടു വി ഐ എന്ന് അറിയാലോ നമുക്ക് പവർ ഈസ് ഈക്വൽ എന്താടാ വി ഐ സോ പവർ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് വരും അതായത് പവർ ദാറ്റ് ഈസ് എത്രയാടാ 230 വോൾട്ട് ഇൻറ്റു ഐ എത്രയാ 2.2 അത് ചെയ്താൽ എത്ര വരിക ദാറ്റ് ഈസ് 506 വാട്ട്സ് എത്രയാടാ 506 വാട്ട്സ് എന്ത് പവർ അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് എന്താ റെക്കമെൻഡഡ് നോക്കിയാൽ റെക്കമെൻഡഡ് പവർ ഓഫ് ദി ഡിവൈസ് എന്നാ ചോദ്യം അല്ലെ എന്താണ് റെക്കമെൻഡഡ് പവർ ഓഫ് ദ ഡിവൈസ് ആണ് ചോദ്യം അല്ലെ നോക്കിയേ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ നമ്മൾ ഇതിലെ ഉപകരണത്തിന്റെ പവർ ഇതിനേക്കാൾ കുറവും എന്നാൽ ഏകദേശം എന്താണ് അടുത്തുള്ള ഒരു വാല്യൂ കൂടിയാണ് എന്ത് ചെയ്യണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനേക്കാൾ കുറഞ്ഞ വാല്യൂ അപ്പൊ നോക്കിയേ ഇവിടെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്താ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെ യൂസ് ചെയ്യണ പവർ അല്ലെ പവർ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ 506 അല്ലെ മാക്സിമം 506 വരെ വെക്കാം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പവർ ദ റെക്കമെൻഡഡ് പവർ ഓഫ് ദി ഡിവൈസ് എന്തായിരിക്കണം ഇവിടെ ഫ്യൂസ് വയർ 506 വരെ പോകാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സേഫ്റ്റി
പവർ എന്തായിരിക്കണം, അതിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ, അതായത് ഇവിടെ തന്ന അടുത്തൊരു വാല്യൂ കൂടി ആവണം. അത് എത്ര വരും, അതായത് 500 വാട്ട്സ് എന്ന് വരും. വളരെ കുറയാനും പാടില്ല അല്ലെ, വളരെ സിമിലർ ആയ ഒരു വാല്യൂ ബട്ട് ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. വിച്ച് ഈസ് ദി കറക്റ്റ് സർക്യൂട്ട്, ഇതിൽ തന്നുള്ളതിൽ ഏതാ കറക്റ്റ് സർക്യൂട്ട്? സിമ്പിൾ അല്ലടാ, എന്താ അറിയാലോ, വോൾട്ട് മീറ്റർ എപ്പോഴും നമ്മൾ വോൾട്ട് മീറ്ററിനെ അമ്മീറ്ററിനെ എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കണം അല്ലേ. എന്താണ്, വോൾട്ട് മീറ്റർ എപ്പോഴും എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യണം. അമ്മീറ്റർ എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സിമ്പിൾ ആണല്ലോ. ഇനി വോൾട്ട് മീറ്റർ എന്തിനാ യൂസ് ചെയ്യണത്, അതായത് വോൾട്ടേജ് അല്ലെങ്കിൽ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനാ. എന്തിനാ മീറ്റർ കണക്ട് ചെയ്യണത്, എന്ത് മെഷർ ചെയ്യാനാ മക്കളെ, കറന്റ് മെഷർ ചെയ്യാനാന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റെഡി. ഇനി നെക്സ്റ്റ് ചോദ്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം അല്ലെ, സേഫ്റ്റി ഫ്യൂസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ചോദ്യം നോക്കിയടാ. സേഫ്റ്റി ഫ്യൂസ് ഇസ് ദ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട്സ് ദ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് അറ്റ് യുവർ ഹോം. ഹൗ ഡസ് ദ സേഫ്റ്റി ഫ്യൂസ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ദി ഇലക്ട്രിക്കൽ ഡിവൈസ് അല്ലെ. എന്താണ്, വീടുകളിലെ വൈദ്യുത ഉപകരണങ്ങളെ എന്താണ് സംരക്ഷിക്കുവാനുള്ള ഉപകരണമാണ് ഇത്, സുരക്ഷാ ഫ്യൂസ്. അങ്ങനെയാണെങ്കിൽ സുരക്ഷാ ഫ്യൂസിന്റെ പ്രവർത്തനം വിശദമാക്കാനാണ് ചോദ്യം. റെഡി അല്ലേ. നമ്മൾ ഫ്യൂസ് വയറിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കാതെ എക്സാമിന് പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയിട്ട് എന്താ, ഫ്യൂസ് വയർ ഇസ് എ കണ്ടക്ടിങ് വയർ ഓഫ് ലോ മെൽറ്റിംഗ് പോയിന്റ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് ഈസ് കണക്ടഡ് ഇൻ സീരീസ്. എപ്പോഴും എന്ത് ചെയ്യണം, ആ ഡിവൈസിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യണം, ശ്രേണിയിൽ തന്നെ കണക്ട് ചെയ്യണം. റെഡി അല്ലേ. ഒരു ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് എന്താണ് അൺഎക്സ്പെക്ടഡ്ലി ഹൈ കറന്റ് വന്നാൽ എന്ത് ചെയ്യണം, ഇത് മെൽറ്റ് ആണ്. ഇത് വർക്ക് ചെയ്യുന്ന ഏത് ഇഫക്റ്റ് മക്കളെ, ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. ഏതാടാ, ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ. അപ്പൊ അതിന്മേ എന്ത് ചെയ്യണ്ട, അധികം സമയം കളയേണ്ടെന്നാണ് തോന്നുന്നു. റെഡി. നെക്സ്റ്റ് ചോദ്യം എന്താ, നോക്കിയേ, കാൽക്കുലേറ്റ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ 2 ohm 12 ohm and 4 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. സിമ്പിൾ അല്ലേ. നോക്കി എന്താണ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് 1/R parallel is equal to 1/R1 plus 1/R2 plus 1/R3 അല്ലെ മക്കളെ. നോക്കിയേ എന്താണ് 1/R1, ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/R2 എന്താ 1/12 പ്ലസ് 1/R3 എന്താടാ 1/4. നമുക്കറിയാലോ, കോമൺ ഡിനോമിനേറ്റർ ആക്കുന്ന പരിപാടി അറിയാലോ. എങ്ങനെയാ ചെയ്യാ, അതായത് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, മുകളിലും താഴെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. റെഡി. ഇവിടെ ഓൾറെഡി 12 ആക്കി, ഇവിടെ ഓൾറെഡി മുകളിലും താഴെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യടാ, 3 വെച്ച് മൾട്ടിപ്ലൈ. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിനോമിനേറ്റർ 12 ആക്കി കൂടെ. നോക്കിയേ 6 പ്ലസ് 1 പ്ലസ് 3 എത്രയുടെ 6 പ്ലസ് 1 പ്ലസ് 3 എന്ന് പറഞ്ഞാല് 10/12 അല്ലെ. 10/12 എന്ന് വരുന്നത് എന്താ മക്കളെ, അതെന്താ 1/RP ആണ് അല്ലെ. എന്താണ് 1/RP ആണ്. നമുക്ക് വേണ്ടത് എന്താ, ഇവിടെ കിട്ടിയുള്ളത് എന്താടാ 1/RP is equal to എന്താ 10/12. അങ്ങനെയാണെങ്കിൽ RP/1 എന്താ തിരിച്ചെഴുതാ, റെസിപ്രോക്കൽ എഴുതിയ പോരടാ. ദാറ്റ് ഈസ് എന്താണ് 12/10, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും 1.2 എന്താണ് 1.2 ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടും. റെഡി അല്ലേ. സിമ്പിൾ അല്ലേടാ. അതായത് നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെ, സഫല പ്രതിരോധം എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേ, how many resistors of 110 ohm should be connected in parallel to get 4 ampere current from a 220 volt supply. സിമ്പിൾ നോക്കിയടാ. അതായത് 220 വോൾട്ട് സപ്ലൈയിൽ 4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നതിന് 110 ഓം പ്രതിരോധമുള്ള എത്ര പ്രതിരോധങ്ങളെ സമാന്തരമായി എന്ത് ചെയ്യണം, ബന്ധിപ്പിക്കണം എന്നാ ചോദ്യം. അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളോട് ചോദിച്ചത്, നമുക്ക് തന്നത് റെസിസ്റ്റർ, ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ, എന്നിട്ട് നിങ്ങൾക്ക് അതേ സർക്യൂട്ടിലെ കറണ്ടും തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ഈ റെസിസ്റ്റർ ആണ്, ഇത് എത്രണ്ണം പാരലലി പ്ലേസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ കണ്ടെത്തേണ്ടത് അറിയാം, ഈ കറണ്ടും വോൾട്ടേജ് വെച്ചിട്ട് ആ സർക്യൂട്ട് ഡിമാൻഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടെത്തുക. എന്നിട്ട് ആ റെസിസ്റ്റൻസിന് എന്ത് ചെയ്യുക, ഇതിൽ പാരലായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ അറിയാലോ, R പാരലൽ ഈസ് ഈക്വൽ ടു R/N എന്ന് അറിയാലോ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയടാ, ഇവിടെ തന്ന കാര്യങ്ങൾ ഞാൻ എടുത്ത് എഴുതാണ്. കറന്റ് ഈസ് ഈക്വൽ ടു എത്രയാടാ 4 ആംപിയർ. റെഡി. ഇനി വോൾട്ടേജ് എത്രയാ, വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 220 വോൾട്ട്. റെഡി. അപ്പൊ ഇനി എന്ത് ചെയ്യുക, ഓംസ് ലോ യൂസ് ചെയ്യുക, ഓംസ് നിയമം യൂസ് ചെയ്യുക, പ്രതിരോധത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്താ V/I ആണ്. നോക്കിയേ 220 അല്ലടാ, 220 അല്ലേ. ഇങ്ങനെയാണെങ്കിൽ 220/4 എത്ര വരും, 55 ഓം വരും അല്ലെ. നമുക്ക് നോക്കി 55 110 എന്താ 110ന്റെ പകുതിയാണ് 55. അപ്പൊ നമുക്കറിയാം റെസിസ്റ്റർ പാരലലിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, റെസിസ്റ്റർ പാരലൽ ഈസ് ഈക്വൽ ടു R/N അല്ലെ. അതായത് n നമ്പർ ഓഫ് R റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്താലുള്ള ഇക്വേഷൻ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ്, നമുക്ക് ഇവിടെ വേണ്ടത് 55 55 is equal to 110/n. അങ്ങനെയാണ് ഈ n നെ ഇവിടെ എടുത്ത് 55നെ താഴെ എടുത്ത് എന്ത് വരും, n is equal to 110/55 is equal to 2. അതിന്റെ അർത്ഥം എന്താടാ, ഇതിന്റെ അർത്ഥം എത്ര ഉള്ളോ ഈ സർക്യൂട്ട് നോക്കിയിടാ. അതായത് 110 ഓമുള്ള രണ്ട് റെസിസ്റ്ററുകളിലെ കണക്ട് ചെയ്താൽ എന്ത് വരുടാ, അതായത് 110 ഓമുള്ള രണ്ട് റെസിസ്റ്റർ കണക്ട് ചെയ്താൽ എന്ത് വരും, അതായത് 55 ഓം ഇഫക്റ്റീവ് സഫല പ്രതിരോധം വരുന്ന ഒരു വാല്യൂ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യുക. സിമ്പിൾ അല്ലേടാ, ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെഡി.
എ 230 വോൾട്ട് 115 വാട്ട്സ് ഫിലമെന്റ് ലാമ്പ് വർക്ക്സ് ഇൻ എ സർക്യൂട്ട് ഫോർ എത്രയാണ് എത്ര സമയം തന്നില്ല 10 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 10 മിനിറ്റ്സ് എന്നാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ആ മിനിറ്റിന് എന്ത് ചെയ്യണം ആ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ. 10 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 600 സെക്കൻഡ് എന്ന് വരും. എത്രയുടെയോ ആ 600 സെക്കൻഡ്. റെഡി. വാട്ട് ഈസ് എ കറണ്ട് അല്ലെ, കറണ്ട് ചോദിക്കുക. നോക്കിയേ നമുക്കറിയാലോ, നമുക്ക് തന്നുള്ളത് എന്തൊക്കെയാ, നമുക്ക് തന്നത് ആദ്യം എടുത്ത് എഴുതാണ്. പവർ ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട് 115 വാട്ട്സ് തന്നിട്ടുണ്ട്. ഇനി വോൾട്ടേജ് എത്രയാടാ 230 വോൾട്ട് തന്നിട്ടുണ്ട്. നമ്മളോട് കറണ്ട് അല്ലേ ചോദിച്ചത്, നമ്മളോട് എന്താ ചോദിച്ചത്, കറണ്ട് അല്ലേ. നമുക്കറിയാലോ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആ. അങ്ങനെയാണെങ്കിൽ ഐ എന്താ, ഐ ഈസ് ഈക്വൽ ടു പി ബൈ വി അല്ലെ. എന്താടാ ഐ ഈസ് ഈക്വൽ ടു എന്താണ് പി ബൈ വി. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് വരും 0.5 ആംപിയർ എന്ന് വരും. റെഡി അല്ലേ. രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കിയേ, 10 മിനിറ്റിനുള്ളിൽ ബൾബിലൂടെ പ്രവഹിക്കുന്ന ഇലക്ട്രിക് ചാർജ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം അല്ലെ. എന്താണ് ഇലക്ട്രിക് ചാർജ് എത്രയാണെന്ന ചോദ്യം അല്ലെ. നോക്കിക്കോ, ഇങ്ങനെ ഇലക്ട്രിക് ചാർജിന്റെ ഇക്വേഷൻ എന്താ, ക്യൂ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ആണ്. ഇതെങ്ങനെയാ വന്നത് നമുക്കറിയാം, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി അല്ലേ മക്കളെ അല്ലെ. നമ്മൾ പഠിച്ചതാണ്, ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ പഠിക്കുന്ന. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എന്താ, ഇവിടുന്ന് റീഅറേഞ്ച് ചെയ്യാം അല്ലെ. ഇവിടുന്ന് ഐ ഇൻറ്റു ടി എഴുതിയാൽ എന്ത് എഴുതാം, ക്യൂ ഇസ് ഈക്വൽ ടു എന്താടാ ഐ ഇൻറ്റു ടി. ഐ എത്രയാ, ഐ എത്ര നമ്മൾ കണ്ടെത്തിയത്, നമ്മൾ കണ്ടെത്തിയ ഐ ആണ്, ദാറ്റ് ഈസ് 0.5. സമയം എത്രയാടാ, സമയം 600 സെക്കൻഡ്. അങ്ങനെയാണ് എത്ര വരും 300 കൂളോംസ് എന്ന് വരും. റെഡി അല്ലേ. നമ്മൾ ഫസ്റ്റ് ഫിസിക്സിന്റെ SLC ഫസ്റ്റ് ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മക്കളെ. എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ടൈം റിവിഷൻ സെറ്റ് ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മക്കളെ.